അങ്ങനെ ഇരിക്കെ ആ മതത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ ഉം, അയാളെ കൊന്നു കളയണമെന്ന് മതത്തിൽ നിയമമുണ്ട്. ഉം, നമ്മുടെ നാട്ടിൽ 17 വയസ്സ് 16 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പോകുന്ന മദ്രസ പാഠപുസ്തകത്തിൽ അത് അച്ചടിച്ച് ഉം, കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഉം, നിങ്ങൾ നേരത്തെ പറഞ്ഞ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഉം, ഏതൊരു മനുഷ്യനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഉം, മതം മാറാനും ഉപേക്ഷിക്കാനും ഉം, മതം പ്രചരിപ്പിക്കാനും വിമർശിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഉം. ഈ ഒരു അധ്യാപനം ജനാധിപത്യത്തിന് യോജിച്ചതാണോ അല്ലേ? See, ഞാനൊരു കാര്യം പറയട്ടെ. അത് അല്ല, നിങ്ങൾ അതിനൊരു മറുപടി പറയൂ. എന്താണ് ചിരിച്ചു തള്ളാവുന്ന അതിപ്പോ ഒരു നമ്മളെ കാര്യമല്ല. ഞാൻ ഫണ്ടമെന്റൽ ഉൾപ്പെടെയുള്ള റൈറ്റ്സ്. ഒരു മിനിറ്റ്, ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ഇസ്ലാം മതത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് അത് പ്രഖ്യാപിക്കുന്ന മനുഷ്യരെ കൊന്നു കളയണം എന്നൊരു അധ്യാപനം നമ്മുടെ നാട്ടിലുള്ള മദ്രസകളിൽ 16 17 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിളിച്ചത്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിൽ നിങ്ങളുടെ വിമർശനങ്ങൾ ഒരു അതിര് കടക്കുന്നുണ്ടോ, അത് എരുതിയിലേക്ക് ഒരു എണ്ണയാവുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലിന്റെ ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചത്. എരിതിയിൽ ആ തീ എവിടെ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളത് ആദ്യം നമുക്ക് പരിശോധിക്കാം. എന്നിട്ട് ആ തീ അണക്കാൻ നോക്കാം. ഈ എണ്ണ ഒരു ഭാഗത്ത് ഇരിക്കട്ടെ ഇപ്പൊ തൽക്കാലം. ഹലോ ഹലോ, ഹലോ, ലിയാഖത്ത് അലി സാർ അല്ലേ? അതെ, ലിയാഖത്ത് അലിയാണ്. ഓക്കെ, ഞാനേ ഇവിടെ പറവൂരുള്ള ആളാണേ. ഉം, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഉം, സാറ് മുസ്ലിം ഇങ്ങനെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര എതിർപ്പുണ്ടല്ലോ. ഉം. അപ്പൊ എന്താണ് അതിനുള്ള ഒരു കാരണം എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. അയ്യോ, അതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ പിന്നെ അതിന്ന് ഞാൻ മനസ്സിലായിട്ടില്ലേ? അല്ല, ഞാൻ ചോദിച്ചത് സാർ എനിക്ക് തോന്നുന്നു സാർ മുമ്പൊരു പള്ളിയിൽ ഉസ്താദ് അങ്ങനെ ഒരു ഇതായിരുന്നില്ലേ അല്ല മുമ്പ്? അല്ല. ആയിരുന്നില്ല. ഉം. ഈ പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് വന്ന് ഉള്ളൊരു നിങ്ങള് ഇതിപ്പോ വലിയ തീ എന്ന് പറയുന്ന ഒരു പ്രസന്റേഷൻ അല്ലേ എന്റെ യൂട്യൂബ് ചാനൽ തുറന്നാൽ ആദ്യം കാണുന്ന അതാണ്. അതിനകത്ത് അതിന്റെ വിശദമായിട്ട് എങ്ങനെയാണ് മതം വിട്ടത്, എന്തുകൊണ്ട് വിട്ടു ആ എന്നൊക്കെ, എന്തുകൊണ്ട് ഓക്കെ. വിമർശിക്കുന്നു അല്ല, എന്നൊക്കെ ക്ലിയറായിട്ട് പറയുന്നത്. ഞാനിപ്പോ ഇത് ചോദിക്കാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ നമ്മളുടെ നാട്ടിലൊരു സാഹചര്യം ഇപ്പൊ അറിയാലോ. ഇപ്പൊ പൊതുവെ നമ്മുടെ നാട്ടില് ഓൾറെഡി ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള പ്രശ്നങ്ങള് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ഓക്കെ. വഖഫിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ. ഇപ്പോ ഒരിക്കല് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു ഇസ്ലാമിലാണെന്നുണ്ടെങ്കിൽ ഒരു ലെവല് നമുക്കൊരു 5 ലെവൽ വരെ എടുക്കാം. അതിലൊരു 1 ലെവൽ ഉണ്ട്, 2 ലെവൽ ഉണ്ട്, 3 ലെവൽ ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അതിൽ ഒന്നാമത്തെ ലെവലിൽ എന്ന് പറയുന്ന ആൾക്കാർ സാധാരണ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും ചിലപ്പോൾ അറിയില്ല. പക്ഷെ അവർ വളരെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെയാണോ ആസ് എ സിവിലിയൻ പേഴ്സൺ ജീവിക്കുന്നത് ആ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. ഇതിന്റെ ഒരു 2 ലെവൽ എന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടെ അന്ധമായി വിശ്വസിക്കുന്നു. അവരവരുടെ കലാചാരങ്ങൾ ഭയങ്കരമായിട്ട് കൂട്ടുപിടിക്കുന്നു. അല്ല, ഇത് നിങ്ങളുടെ ക്ലാസിഫിക്കേഷൻ അല്ലേ? അല്ല, എനിക്ക് പലപ്പോഴും ശരിയാണ്, ഒരു പരിധി എന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല, ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല. അപ്പൊ ഈ നിങ്ങളിങ്ങനെ വിമർശിക്കുമല്ലോ, ഇസ്ലാമിനെ വിമർശിക്കുമല്ലോ. ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വളരെ നമ്മുടെ ഈ സിവിലിയൻ സൊസൈറ്റിക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിച്ചു പോകുന്ന സാധാരണക്കാരായ ഇസ്ലാംസിനും അതൊരു വലിയൊരു വിഷമം ഉണ്ടാക്കും. നിങ്ങൾ ചിലപ്പോ വിമർശിക്കുന്നത് ആരെയായിരിക്കും? ഈ തീവ്രമായ ഇസ്ലാമിക ചിന്തയുള്ള മതത്തിന്റെ പൊതുവിലുള്ള ആശയത്തെയാണ് വിമർശിക്കുന്നത്, ആൾക്കാരല്ല. അല്ല, പൊതുവിലുള്ള ആശയത്തെ വിമർശിക്കുന്ന പക്ഷം ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി അയാള് ജീവിച്ചു പോകുമ്പോ ഇത് എന്റെ ഒരു ഇതിനെയാണല്ലോ വിമർശിക്കുന്നത്. ഇതെന്താണ് ഇങ്ങനെയാന്നൊരു തോന്നൽ വരികയും അവര് പക്ഷെ അതിന്റെ വക്കത്ത് നിൽക്കുന്നവരായിരിക്കും. അല്ലാണ്ട് അവർ ഇതിന്റെ അകത്ത് ഇറങ്ങി ഈ ഇസ്ലാമിലോട്ട് ടോട്ടലി ഇറങ്ങി ചെന്ന വ്യക്തികളൊന്നും ആയിരിക്കില്ല. അപ്പൊ ഞാനിപ്പോ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് ഇസ്ലാമിക് സുഹൃത്തുക്കളുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം ജസ്റ്റ് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ജീവിച്ചു പോകും. അല്ലാണ്ട് വേറെ ഇത് കാര്യമായിട്ട് ഭയങ്കരമായിട്ട് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഒക്കെ ഒരു ഓണസദ്യ ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അവർ. ഓണ സെലിബ്രേഷൻ ഒക്കെ വരുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ പോയിന്റ് എനിക്ക് മനസ്സിലായില്ല, ശരിക്കും പറയാം, നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുമല്ലോ. ഇപ്പൊ ഒരു എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ, ലിയാഖത്ത് അലി സാറിനെ പോലെ മറ്റുള്ള ഒരുപാട്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ഇസ്ലാമിന്റെ ആശയങ്ങളെ അടപടലെ എതിർക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ ഇവിടെ പ്രോപ്പറായിട്ട് ജീവിച്ചു പോകുന്ന ഇസ്ലാം എന്ന് പറഞ്ഞ മതം മാത്രം സ്വീകരിച്ച് കുഴപ്പമില്ലാതെ പോകുന്ന ആളുകളുണ്ടല്ലോ, അവരെയും കൂടെ ചൊടിപ്പിക്കല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി അവന്റെ മതത്തിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് എതിർപ്പുണ്ടാവുമല്ലോ. ആയിക്കോട്ടെ, മതത്തിൽ ഇങ്ങനെയാണ്, മോശമാണ്, പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഒരാൾക്ക് ജനാധിപത്യ രാജ്യത്ത്?
ഉണ്ട്, ഇപ്പൊ ഒരു തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഒരു പക്ഷേ ഒരു ഇത് ഉദാഹരണം ഒരു ചോദിക്കട്ടെ. കടന്ന്, ഒരു അതായത് ഒരാളുടെ ഒരു കമ്മ്യൂണലായിട്ട് ഒരു ഇപ്പൊ മതം ഉദാഹരണം ഞാൻ പ്രചരിപ്പിക്കാനുള്ള ചോദിക്കാം. സ്വാതന്ത്ര്യമുണ്ട്, മതത്തിനെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതം പക്ഷെ ഇവിടെ നിങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യമുള്ള പോലെ തന്നെ ആ മതത്തെ വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? വിലയിരുത്തുമ്പോൾ ഞാൻ പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഹിന്ദു മതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലേ, ആയിക്കോട്ടെ. ഇസ്ലാമിക്കിലുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട്. ഉം, അപ്പോൾ ഇതിപ്പോ ഇസ്ലാമിനെ എന്നൊക്കെ ശിഖാന്തരം എതിർക്കുമ്പോൾ ഉം, സ്വാഭാവികമായിട്ടും അതിൽ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന ആളുകളെ ഉം. അതൊരു, നിങ്ങൾ ഈ മതം എതിർക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇപ്പൊ മതം പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആ, അത് ആ. അവരുടെ മതം പ്രചരിപ്പിക്കുന്നു. പക്ഷെ മതം എതിർക്കുന്ന സമയത്ത് പ്രചരിപ്പിക്കുമ്പോ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് മതത്തെ വിമർശിക്കുമ്പോൾ ഉണ്ടാവുന്നത്? അത് എനിക്ക് മനസ്സിലാവാത്തത്. അത് നമ്മളുടെ ഒരു സോഷ്യൽ സർക്കംസ്റ്റാൻസസിനെതിരെയാണല്ലോ സാർ അത്. ആ ഒരു നമ്മളിപ്പോ അല്ല, നമുക്കിപ്പോ ഈ ഇപ്പൊ പറഞ്ഞ ഞാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. ഉദാഹരണം പറയാം. മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് വിൽപ്പന നടത്താൻ വേണ്ടി പരസ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ചെയ്യുന്നത് മാത്രം പ്രശ്നമാണെന്ന് പറഞ്ഞ ലോജിക്ക് എന്താ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് റിവ്യൂ ചെയ്യുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിനിപ്പോ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ജീവനക്കാരുണ്ടാവും. ഒരു വലിയൊരു മാനേജ്മെന്റ് ഉണ്ട് നടത്തിക്കൊണ്ട് പോകുന്ന. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ആ പ്രൊഡക്റ്റിനെ നമുക്ക് ഒരു തവണ അതിനെ വിമർശിക്കാം, ഇത് ഇങ്ങനെയാണ് സംഭവം. പിന്നെ അതിന്റെ ഓരോ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മനുഷ്യർക്ക് ഹാനികരമായ ഒരു പ്രോഡക്റ്റ് ആണ്. മനുഷ്യന്റെ നിങ്ങൾ ഈ പറയുന്ന സ്വാഭാവിക പിന്നെ സാമൂഹ്യ ജീവിതത്തിന് വിരുദ്ധമായ പല ആശയങ്ങളും ആ പ്രൊഡക്റ്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരാം. അതിന് അഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് വേറെ കുറെ പ്രശ്നങ്ങൾ വരാനുണ്ട്. ഇതൊക്കെ നമ്മൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നതിൽ എന്താണ് ഇപ്പോ പ്രശ്നം? നിങ്ങൾ വിമർശിക്കുന്ന പ്രോഡക്റ്റ് ഒരു സിഗരറ്റ് തന്നെയാണെന്ന് വിചാരിച്ചോ. സിഗരറ്റ് ഹാനികരമാണല്ലോ. അപ്പോ ഈ സിഗരറ്റിന്റെ ഒരു കാര്യം നിങ്ങൾ പറയുന്നു. സിഗരറ്റ് ഡെയിലി വലിക്കുന്നവരുണ്ട്, വല്ലപ്പോഴും വലിക്കുന്നവരുണ്ട്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ അങ്ങനെ വലിക്കുന്നവരുണ്ട്. അപ്പൊ അതില് ഈ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളുകള് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ കൂടുതൽ അവരാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ ഇത് വലിച്ചാലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സിനാരിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയില്ല. അതായത് ഈ സിഗരറ്റ്, ഞങ്ങൾ വലിക്കുന്ന സിഗരറ്റ് ഉണ്ട്, ആ സിഗരറ്റ് വലിച്ചാൽ മാത്രമേ ജീവിതം പൂർണ്ണമാവുള്ളൂ, ഈ സിഗരറ്റ് അല്ലാത്ത വേറെ സിഗരറ്റ് പോലും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അത് സ്ഥിരമായിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഭാഗത്ത്. അപ്പൊ ഈ സിഗരറ്റ് വലിക്കരുത്, പ്രത്യേകിച്ച് ഈ സിഗരറ്റിന് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നതിൽ എന്താ പ്രശ്നം? അല്ല, അതില് വേറെ പ്രശ്നം ഉണ്ടായിട്ടല്ല സാർ. കാരണം വെച്ചാല് ഇത് ഒരുപാട് പേർക്ക് അതൊരു വിഷമുണ്ടാവുന്നുണ്ട്. സ്വാഭാവികല്ലേ? നമ്മള് കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നോക്കട്ടെ, ഇപ്പൊ നമ്മൾക്ക് പിന്നെ നമ്മൾ കുറെ കാലമായിട്ട് നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു, നമുക്കൊരു അസുഖം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു, നമ്മൾ പരിശോധിച്ചിട്ട് ആ അസുഖം കൺഫേം ആക്കുന്നു, നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അല്ല സാറ്, ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മളിപ്പോ നമ്മുടെ ഈ ഒരു ജനാധിപത്യ രാജ്യത്തില് വളരെ മതസൗഹാർദ്ദപരമായിട്ട് പോകുന്ന സാഹചര്യമാണ് ഇവിടെ അമിതമായിട്ട് നമ്മൾ കാണുന്നല്ലോ. അതെ, ചില പ്രശ്നങ്ങള് അതിപ്പോ ഏതൊരു ഇതിലാണെങ്കിലും ഉണ്ടാവുമല്ലോ സാർ. നമ്മളിപ്പോ കുറെ ഇങ്ങനെ അതിനാ ഒരു വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നം അത് കൂടുകയാണോ കുറയുകയാണോ ഉണ്ടാവുന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ചാല് നിങ്ങളിപ്പോ ഈ ഒരു കാര്യത്തിൽ എതിർക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മളുടെ തന്നെ പല ആളുകൾ, ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെറിയൊരു മൈന്യൂട്ട് കാര്യത്തിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പൊ പലരും പോകുന്നത്. ഇപ്പൊ ഒരു സിനിമാ നടന്റെ ഒരു വിഷയം തന്നെ എടുത്തോ, അയാൾ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ പ്രശ്നമാണ്. അല്ലെങ്കിൽ അയാൾ ഹിന്ദു ആണെങ്കിൽ പോലും ഇപ്പൊ എത്രയോ സെലിബ്രിറ്റീസിന്റെ പേരിൽ അവരുടെ മതവും കാര്യങ്ങളും നോക്കി ആളുകൾ സംസാരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. അത് മതവിമർശകരെത്തിച്ചതാണോ അതോ മതങ്ങൾ തമ്മിലുള്ള അടിയിലെത്തിയതാണോ? ഈ മതങ്ങൾ തമ്മിലുള്ള ഇപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ലോകത്ത് തന്നെ കുറച്ച് അവനവന്റെ മതം ഏറ്റവും ഗ്രേറ്റ് എന്ന് ചിന്തിക്കുന്ന ലോകത്തിലെ രണ്ട് മതങ്ങൾ ഉണ്ടെങ്കിൽ, ലോകത്തിലെ രണ്ട് മതങ്ങൾ നല്ല ഒരുപാട് എല്ലാ മതങ്ങളും ഒരു പരിധി വരെ അങ്ങനെ ഇരിക്കാം, പക്ഷെ ഒരു പരിധി വരെ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ജൂതമതവും മുസ്ലിം മതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനവന്റെ മതമാണ് ക്രിസ്ത്യാനിറ്റിക്കും ആ ഒരു ഗ്രേഡ് നമുക്ക് പറയാം. ഈ ബുദ്ധിസം അതേപോലെ തന്നെ ഈ ഹിന്ദുയിസത്തിലൊന്നും അത് അധികം കാണുന്നില്ല. പിന്നെ കുറച്ച് വട്ട് മാത്രമേ വരുന്നുണ്ട്. ഹിന്ദുയിസത്തിൽ കുറച്ച് വട്ടുണ്ട്, കുറച്ച് ഈ ഇതിനുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് റിലീജിയൻ ഇവിടെ ഉണ്ടാക്കി വരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിൽ മതവിമർശകരുടെ റോൾ എന്താണ്? ഇതില് മതവിമർശകരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, മതവിമർശകര്
ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്ന് പറയൂലേ, ഉം. അത്തരത്തിലൊരു സാഹചര്യമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ല, കാരണം മനസ്സിലായില്ല. കലക്കവെള്ളത്തിൽ ഈ മീൻ പിടിക്കാൻ ഇവിടെ ഇതും ഇപ്പൊ ആയിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു മനസ്സിലായി. കമ്മ്യൂണൽ പ്രോബ്ലംസ് ഇപ്പൊ ഉം. നമ്മുടെ വ്യൂസ് തന്നെ നോക്കുക. ഉം. ഇപ്പൊ നിങ്ങളെ വിമർശിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇത് വന്ന് ചിലപ്പോൾ കാണുന്ന മുസ്ലിംസ് ആയിരിക്കുള്ളൂ. ഉം. മനസ്സിലായില്ലേ? എന്നിട്ട് അവരെ കൂടുതൽ ചൊടിപ്പിക്കുക. നമ്മൾ അത് മുസ്ലിങ്ങൾ കൂടുതൽ കാണാൻ കൂടുതൽ വേണ്ടിയിട്ടാണ് വിമർശിക്കുന്നത് സുഹൃത്തെ. മുസ്ലിംസ് കാണാൻ വേണ്ടിയിട്ടാണ് വിമർശിക്കുന്നത്. അതെ, അപ്പൊ മുസ്ലിമുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വിമർശനം. അവരത്തരത്തിലുള്ള ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ഗ്രന്ഥത്തിൽ ഒരു മതത്തിൽ ഒരു നിയമമുണ്ട്. ഉം, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഉം, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ബാധിക്കുന്ന ഒരു നിയമം ഞാൻ പറയാം. ഉം, മതം ഒരാൾ ഉപേക്ഷിച്ചാൽ അയാളെ കൊന്നു കളയണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ഉം, ഇസ്ലാമിന്റെ അവകാശവാദം അനുസരിച്ച് ഇസ്ലാം എന്ന് പറയുന്ന മതം സമ്പൂർണ്ണമാണ്, ഉം, അത് പൂർത്തീകരിക്കപ്പെട്ടു ഉം, എന്ന് മാത്രമല്ല, അത് മാത്രമാണ് ലോകത്തിലേക്ക് ദൈവത്തിന്റെ അടുത്ത് സ്വീകാര്യമായ ഏക മതം. ഉം, ആ മതമല്ലാത്തതെല്ലാം സത്യനിഷേധമാണ്, ഉം, തിന്മയാണ്. ഉം, അങ്ങനെ ഇരിക്കെ ആ മതത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ ഉം, അയാളെ കൊന്നു കളയണമെന്ന് മതത്തിൽ നിയമമുണ്ട്. ഉം, നമ്മുടെ നാട്ടിൽ 17 വയസ്സ് 16 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പോകുന്ന മദ്രസ പാഠപുസ്തകത്തിൽ അത് അച്ചടിച്ച് ഉം, കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഉം, നിങ്ങൾ നേരത്തെ പറഞ്ഞ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഉം, ഏതൊരു മനുഷ്യനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഉം, മതം മാറാനും ഉപേക്ഷിക്കാനും ഉം, മതം പ്രചരിപ്പിക്കാനും വിമർശിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഉം. ഈ ഒരു അധ്യാപനം ജനാധിപത്യത്തിന് യോജിച്ചതാണോ അല്ലേ? See, ഞാനൊരു കാര്യം പറയട്ടെ. അത് അല്ല, നിങ്ങൾ അതിനൊരു മറുപടി പറയൂ. എന്താണ് ചിരിച്ചു തള്ളാവുന്ന അതിപ്പോ ഒരു നമ്മളെ കാര്യമല്ല. ഞാൻ ഫണ്ടമെന്റൽ ഉൾപ്പെടെയുള്ള റൈറ്റ്സ്. ഒരു മിനിറ്റ്, ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ഇസ്ലാം മതത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് അത് പ്രഖ്യാപിക്കുന്ന മനുഷ്യരെ കൊന്നു കളയണം എന്നൊരു അധ്യാപനം നമ്മുടെ നാട്ടിലുള്ള മദ്രസകളിൽ 16-17 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിനെ ചിരിക്കുന്നത്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ റൈറ്റ്സ് ടു റിലീജിയസ്, എന്താ പറയാ, ഒരു സംഭവം നമുക്ക് ഉണ്ടല്ലോ. മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാനുള്ള അവകാശം. ഞാൻ ചോദിച്ചതല്ല. ഉം. ഈ ഞാനൊരു ഈ കാര്യം ഒരു കോൺസ്റ്റിറ്റ്യൂഷന് താഴെ ജീവിക്കുന്ന ഒരു സൊസൈറ്റിക്കകത്ത് ഒരു ഞാനൊരു വിഭാഗം, കാര്യം ഒരു തിരിച്ചു ചോദിച്ചാൽ മതവിഭാഗം, സാറിന് ഉത്തരം പറയാൻ പറ്റുമോ? ഞാൻ പറയും, ഇത് പറയൂ, ഇതിന് നിങ്ങൾ മറുപടി പറയൂ. ഇത് ഞാൻ ഉൾപ്പെടെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് മദ്രസയിലെ വിശ്വാസികളായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് ജനാധിപത്യപരമാണോ അല്ലേ? ഒരു പരിധിവരെ ജനാധിപത്യപരമല്ല. ഏത് പരിധിവരെയാണ് ജനാധിപത്യപരമാവുന്നത്? ജനാധിപത്യപരമാവെന്ന് വെച്ചാല് അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ഒഴിവാക്കുക, സിലബസിന്റെ ഭാഗമായിട്ട് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ബെറ്റർ. കാരണം എല്ലാനും കുട്ടികളെ ഇനി പഠിപ്പിക്കേണ്ട നിൽക്കൂ, ആവശ്യമില്ല. ഈ മതം ഈ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തെ പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ ഈ മതത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ നിയമം ഉൾപ്പെടെ ഒരുപാട് മാനവിക വിരുദ്ധമായ ആശയങ്ങളുണ്ട്. ഉം. ഇത് കുട്ടികൾ പഠിക്കുന്നതും പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുന്നതും മാനവിക വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് ആധുനിക ലോകത്ത് മനുഷ്യർക്ക് സ്വീകരിക്കാവുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല ഞാനൊരു എന്ന് കാര്യം പറയാനുള്ള എനിക്ക് എന്റെ അവകാശത്തിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഞാനൊരു ഒറ്റ കാര്യം സാധിച്ചിട്ട് സാർ തിരിച്ചു പറഞ്ഞു. അതായത് അസുര ചക്രവർത്തിയായിട്ടുള്ള ഇന്ദ്രസേനൻ വ്യാപകമായിട്ട് ദാനങ്ങൾ നൽകുന്നത് കണ്ടപ്പോ, ദേവന്മാരുടെ എക്സിസ്റ്റൻസിന് അത് ബാധിക്കും, പ്രശ്നമാകുമെന്ന് കണ്ടപ്പോ ഏറ്റവും വലിയ ദൈവമായ മഹാവിഷ്ണു വാമനാവതാരം എടുത്ത് അസുര ചക്രവർത്തിയായ ഇന്ദ്രസേനനെ, അതായത് മഹാബലിയെ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തിയത് പബ്ലിക്കായിട്ട് ടെലിവിഷനുകളിലും സീരിയലുകളിലും ഒക്കെ കാണിച്ചു കൊടുത്ത് ഇവിടെയുള്ള ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റിയുടെ മൂല്യബോധത്തെ തിരിച്ചു പിടിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഇനി ഞാൻ സ്വീകരിക്കുക എന്നുണ്ടെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയിട്ട് സ്വന്തം ഭാര്യയെ ഞാൻ ഇങ്ങോട്ട് സ്വീകരിക്കുള്ളൂ എന്ന് ഗ്ലോറിഫൈ ചെയ്ത് ടെലിവിഷനിൽ കാണിച്ചിട്ട് അത് ജനാധിപത്യപരമല്ലല്ലോ. അത് ഇവിടെ അത്രയും വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുമ്പോ ആരും അറിയാതെ 4 ചുമരുകളിൽ മതപഠനത്തിന്റെ ഭാഗമായി മനസ്സിലായില്ല. അതായത് ഇപ്പൊ ഇവിടെ രാമായണം, ഞാൻ പറഞ്ഞുതരാം. രാമായണം, മഹാഭാരതം തുടങ്ങിയിട്ടുള്ള പുരാണ അല്ലെങ്കിൽ ഇതിഹാസ കഥകൾ സീരിയൽ പോലെയോ അല്ലെങ്കിൽ സിനിമ പോലെയോ പ്രദർശിപ്പിക്കുന്നതിനോടാണോ മദ്രസയിൽ മതനിയമമായി മതം ഉപേക്ഷിക്കുന്ന ഒരാളെ കൊന്നുകളയണം എന്ന നിയമമുണ്ട് എന്നും അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നും വളർന്നു വരുന്ന ഒരു തലമുറയെ പഠിപ്പിക്കുന്നത്? രണ്ടും കഥകളായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ആരാണ് എടുക്കുന്നത്? ജനങ്ങള്, നമ്മളെ പോലുള്ള ചെറിയ കുട്ടികളെ ഇസ്ലാം മതം നിങ്ങൾ ഈ ഒരു ഹിന്ദു സമൂഹത്തിനകത്ത്
ഒരു ഉം. ഹിന്ദു വേദ പഠനത്തിന്റെ ഭാഗമായിട്ട് ഈ ഉം. നന്മ ചെയ്യുന്ന അസുര വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരൊക്കെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയാണ് നിങ്ങൾ ഇത് കമ്പയർ ചെയ്ത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ കമ്പയർ ചെയ്തെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന മതം വിടുന്നവനെ കൊല്ലണം എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു 16 വയസ്സുള്ള കുട്ടികളെ, ഇത്തിരി പക്വതയേറുന്ന കുട്ടികളായിരിക്കും ചിലപ്പോൾ അത് പഠിപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നു ഉം. മദ്രസകളില്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ നാട്ടില് TV സീരിയലുകളിലും മറ്റു സിനിമകളിലും മറ്റ് വിഷ്വൽ മീഡിയാസും വഴി നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളെ ഈ രാമനൊക്കെ സീതനെ ഉപേക്ഷിച്ചതും കാട്ടിക്കൊണ്ടുവന്നിട്ടതൊക്കെ വളരെ സുഹൃത്തെ, പോപ്പുലർ ആയിട്ട് പുരാണം, ഇതിഹാസവും കഥകൾ സിനിമാ രൂപത്തിലോ സീരിയൽ രൂപത്തിലോ ആക്കിയിട്ട് വിനോദോപാധിയായി ഇവിടെ പ്രചരിപ്പിക്കുന്നതിനെ മതനിയമം, എല്ലാ മനുഷ്യർക്കും ബാധകമാകുന്ന മതനിയമം എന്ന രീതിയിൽ ഈ ലോകത്തേക്ക് എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതി രാഷ്ട്രീയ നിയമം എന്ന രീതിയിൽ പഠിപ്പിക്കുന്ന മതത്തിന്റെ ഭാഗമായി ദൈവത്തിന്റെ കൽപ്പനയായി പഠിപ്പിക്കപ്പെടുന്നതിനെ നിങ്ങൾ ബാലരമയിലും ബാലമംഗളത്തിലും വരുന്ന രാമായണം മഹാഭാരത കഥയായിട്ടാണ് ഉപമിക്കുന്നത്. പറഞ്ഞുതരാം. ബാബറി മസ്ജിദ് തല്ലി തകർത്ത് അവിടെ രാമക്ഷേത്രം വെച്ചത് ആളുകൾക്ക്, ജനങ്ങൾക്ക് അത്ര വലിയൊരു വികാരം തോന്നിയത് അവര് മഹാഭാരതവും രാമായണവും വേദങ്ങളും ഉപനിഷത്തും പഠിച്ചിട്ടൊന്നുമല്ല, അപ്പോ മറിച്ച് ഇതേപോലെയുള്ള സീരിയലുകളും സിനിമയൊക്കെ കണ്ടിട്ടാണ് രാമന്റെ ഫാൻസ് ആയിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഹിന്ദു പുരാണങ്ങളെ വിമർശിക്കാൻ പാടില്ലേ? വിമർശിക്കാം, തീർച്ചയായും വിമർശിക്കാം. പക്ഷെ ഇത് ഇവിടെ തുറന്ന് കാണിക്കുമ്പോൾ അത് ജനാധിപത്യമാണെന്നും ഈ മദ്രസകളിൽ ഇത് പഠിപ്പിക്കുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണെന്നും പറയുന്നതിൽ ഒരു ഞാൻ അത് ചെറിയ പ്രശ്നമുണ്ട്. ജനാധിപത്യപരമാണെന്ന് ആരോടാ പറഞ്ഞേ? അല്ല, അത് ജനാധിപത്യപരമാണെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല. പക്ഷെ പൊതുവെ അത്തരം കാര്യങ്ങൾ ഈ മതപ്രചാരണത്തിന്റെ പൊതുവെ ഭാഗമായിട്ട് അത്തരമൊക്കെ വിടൂ. ഞാൻ വളരെ സ്പെസിഫിക് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ എന്നോട് ചോദിച്ചത് ഞാൻ മതവിമർശനം നടത്തുന്നതിന്റെ റീസൺ ആണ്. വളരെ ക്ലിയർ ആണ്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്നെ പോലെ ആ മതത്തിൽ എന്റെ നിർബന്ധ ബുദ്ധിയിൽ ഞാൻ പോയി ചേർന്ന ഒരു മതമൊന്നും അല്ലല്ലോ അത്. അല്ലല്ലോ. എന്റെ മുകളിൽ അടിച്ചേൽപ്പിച്ച മതത്തിൽ എന്റെ ബോധ്യം വരുന്ന കാലത്ത് ഞാൻ അത് ഉപേക്ഷിക്കുമ്പോ ആ എന്നെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിനെ വിമർശിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അല്ല, വിമർശിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെന്താ പക്ഷെ പ്രശ്നം? വിമർശനം മാന്യമായി, അതായത് വലിയ അധികം നമ്മൾ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള വിമർശനങ്ങളാവാലോ. എന്തിനു ഹേർട്ട് ചെയ്യുന്നത്? നിങ്ങൾ എന്നെ കൊല്ലാൻ പഠിപ്പിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ മറ്റൊരാളോട് പറയുന്നത് നിങ്ങൾക്ക് എന്തിനാ ഹേർട്ട് ആവുന്നത്? പക്ഷെ അങ്ങനെ ആരും കൊല്ലുന്നില്ലല്ലോ സാർ, അങ്ങനെ കൊല്ലുന്നുണ്ടല്ലോ, പഠിപ്പിക്കുന്നുണ്ട്. കൊന്നിട്ടുണ്ടല്ലോ. അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ നാട്ടില് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? കേരളത്തിൽ മദ്രസകളിൽ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയോ? ഞാനൊരു ഹിന്ദു മതവിശ്വാസി ആയതുകൊണ്ട് തന്നെ അപ്പൊ അത്തരം നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മദ്രസ അധ്യാപകനെ പോയി കണ്ടിട്ട് 12ാം ക്ലാസ്സിലെ ഫിഖ് പുസ്തകം എടുക്കാൻ പറയണം. കർമ്മശാസ്ത്ര പക്ഷെ ഇത് ഗ്രന്ഥത്തിൽ ഇങ്ങനെ മുഴുവനും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. മനസ്സാവരിച്ച് നടക്കുന്നവരാണോ നമ്മുടെ മുസ്ലിം സുഹൃത്തെ, കുട്ടികൾക്ക് 16 നമ്മളിവിടെ നിസ്കരിക്കുന്ന ആൾക്കാരെ പള്ളിയിൽ കയറാതെ അവിടെ വടം പറ്റി തടയുന്ന ആൾക്കാരാണോ ഞങ്ങളിവിടെ? ആണോ? ഞങ്ങൾ ആരെങ്കിലും നോമ്പ് നോൽക്കുമ്പോൾ നിങ്ങൾ നോമ്പ് നോൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അവരുടെ അണ്ണാക്കിലേക്ക് നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആൾക്കാരാണോ? അല്ലല്ലോ. അല്ല, ആശയപ്രചാരണല്ലേ നടക്കുന്നേ? അതെ. ആശയത്തെ ആശയം കൊണ്ടല്ലേ എതിരിടുന്നത്. നമ്മളിവിടെ വാളെടുത്തോ, പരിചയം എടുത്തോ, കുന്തമെടുത്തോ? ഇല്ലല്ലോ. നമ്മൾ ആരെങ്കിലും ബോംബ് പൊട്ടിക്കാൻ പോയോ? സാർ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ആരാണ് അതിന് ഉത്തരവാദി? തന്നെ ഞാൻ ചോദിക്കണേ. മതവിമർശനം ഇതിന് കാരണമാകുന്നത് എങ്ങനെയാണ്? മുജാഹിദ് ബാലുശ്ശേരിയുടെ അമ്പലത്തിന് പിരിവ് കൊടുത്താൽ വേശ്യാലയത്തിന് പിരിവ് കൊടുക്കുന്നതിന് സമമാണ് എന്ന് പറഞ്ഞ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്പർ വേണോ? അയ്യോ, വേണ്ട. സിംസാർ ഹക്ക് ഓണത്തിന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാല് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒഴിയണം, അത് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന സിംസാർ ഹക്കിനെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, പുള്ളി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്പർ സിംസാർ ഹക്കിന്റെ നമ്പർ വേണോ? അവര് ചെയ്യുന്നത് ജനാധിപത്യ രാജ്യത്ത് ചെയ്യാവുന്ന പണിയാണോ? അതാണോ മുസ്ലിങ്ങളോട് അകൽച്ചയും പിന്നെ ഒരു അനിഷ്ടവും അവിശ്വാസവും ഇതര സമൂഹങ്ങൾക്ക് മതത്തെ കുറിച്ച് പറയാം. ഇപ്പൊ അവർക്ക് അവരുടെ മതത്തെ കുറിച്ച് അവർക്ക് പറയാനുള്ള അവകാശങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് പറയാൻ പാടില്ല. നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചും നിങ്ങൾക്ക് പറയുന്നതിൽ ഞാൻ പറയുന്നത് എന്നെ വേട്ടയാടണം എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തെ നഖശികാന്തം എതിർക്കാനും അതിനെ വലിച്ചു കീറാനുള്ള ജനാധിപത്യ അവകാശം എനിക്കുണ്ട്.
ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഉം, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു. ഉം, ഒരു പയ്യനായിട്ടുള്ള ഒരു ഉസ്താദ്, ഉം, പയ്യനാണെന്ന് നിങ്ങൾ പറയും, പയ്യനല്ല എന്ന് പറയുന്നു, ഒരു ഉം, ഇത്തിരി കണ്ടാത്തിരി ഉം, ചെറുപ്പമായതുകൊണ്ടാണ്. എന്നിട്ട് അയാള് ഉം, ഒരു എന്താ പറയാ, ഒരു കസ്തൂരിമാന്റെ ഒരു കഥ പറഞ്ഞു. ഉം, അപ്പൊ ആ ഒരു കസ്തൂരിമാന്റെ കഥ പറഞ്ഞത് നിങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയുന്നു, അതിനെയൊക്കെ സത്യത്തിൽ വിമർശിക്കേണ്ടതായിട്ടുള്ള ആവശ്യം എന്താണുള്ളത്? അതിനെ വിമർശിക്കലല്ല, അതൊരു തമാശയല്ലേ? ആഹാ, തമാശയാണ്. പക്ഷെ ആ തമാശയിൽ ഒരു വിമർശനം ഇല്ലേ എന്താ ഒളിഞ്ഞിറക്കുന്നത്? വിമർശിക്കാൻ എന്താ സ്വാതന്ത്ര്യമില്ലേ? കുഞ്ചൻ നമ്പ്യാർ ജീവിച്ച നാടല്ലേ ഇത്? അതെ, പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ, അതായത് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ എന്താണ് ഈ ചെയ്യണം. സാഹചര്യം? എനിക്ക് മനസ്സിലായില്ല. ഒരാള് ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരാള്, ആ മതത്തിന്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, ആ ഉം, മതത്തിൽ ഇന്നും ആ പ്രശ്നം അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യരോട് നിങ്ങൾ ഉം, എന്തോ മഹത്തരമാണ് എന്ന് പുൽകി വെച്ചിരിക്കുന്ന ഈ മതത്തിൽ ഇന്ന ഇന്ന ഉം, പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ പറയുന്നതിൽ എന്ത് ഉം. സാമൂഹ്യ പ്രശ്നമുള്ളത്? നിങ്ങൾ പറഞ്ഞു. അല്ല, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഇപ്പൊ ഒരു മതവും അത്ര വലിയ പ്രോഗ്രസീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഉം, ഹിന്ദു മതം ആയിക്കോട്ടെ, ഇസ്ലാം മതം ആയിക്കോട്ടെ, ഉം, അതൊന്നും തന്നെ പ്രോഗ്രസീവ് അല്ല. നമ്മൾ ഉം, മനുഷ്യന്മാരായിട്ട് ഉം, ജീവിക്കുക എന്നുള്ളത് തന്നെയാണുള്ള ഒരു കാര്യം. ഉം, പക്ഷേ നമ്മളിപ്പോ ഇങ്ങനെ കുറെ വിമർശിക്കുന്നത് കൊണ്ട് ഉം, അവർ കൂടുതൽ കൂടുതൽ ആ മതത്തിനോട് അടുക്കാനും, അവർ ഉം. ഇതിനേക്കാൾ വ്യാപകമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യാനും ഇത് ഉപകരിക്കുള്ളൂ. കാരണം നിങ്ങൾക്ക് വരുന്ന കോളിങ്ങുകളാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. അല്ല, മനസ്സിലായി? എന്നാ അങ്ങനെയല്ല. എന്റെ ബോധ്യവും എനിക്ക് കിട്ടുന്ന ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടും അങ്ങനെയല്ല. അല്ലെങ്കിൽ പിന്നെ സമൂഹത്തിൽ ഇത്രയധികം ഉണ്ടാവുന്ന കോളുകൾ മാറ്റം വരും. ഇപ്പോ അങ്ങനെയല്ല. സാറിനെ തന്നെ വിളിച്ച് പച്ചയ്ക്ക് തെറി വിളിക്കുന്ന കോളുകള്, ഉം, നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വായോ എന്നൊക്കെ പറയുന്നത്, അത് ഉം. അവരത്രത്തോളം എന്നാ അത് അവർക്ക് അതിനുള്ള അത് കഥയില്ലാന്ന്. പിന്നെ ജനാധിപത്യപരമാണോ? ഇപ്പൊ ഒരു പയ്യൻ വിളിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം അവന്റെ കല്യാണം എടുത്തു എന്നൊക്കെ ഉം, പറഞ്ഞിട്ടാണ് ഉം, വിളിച്ചത്. ഉം. ആദ്യം അവൻ ഭയങ്കര ഞാൻ തെറിയാണ് ചോദിക്കുന്നത്, സാറിനെ പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു കുറച്ച് കഴിഞ്ഞപ്പോ ഗ്രന്ഥമുണ്ടെന്ന് അവൻ വിചാരിക്കൂ. എന്ത് ചെയ്തു? സാർ നോക്കൂ, ക്ഷമിക്കണം. നോക്കൂ. ഏ, ഇന്ത്യൻ സുപ്രീം കോടതി ആ, ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ബാബരി മസ്ജിദ് കേസിൽ ഒരു വിധി വന്നു. ഹലോ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, ആ, പറഞ്ഞോളൂ. ബാബരി മസ്ജിദ് വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ വിമർശിക്കാൻ ഉം, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് അവകാശമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ലേ? ആ ഉം, രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉം, ആ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ ഉം, മനുഷ്യനെ പഠിപ്പിക്കപ്പെട്ട, ആ മനുഷ്യന്റെ മേൽ പിന്നെ അടിച്ചേൽപ്പിച്ച ഒരു ഉം, പ്രത്യയശാസ്ത്രത്തിന് പുറത്ത് കടന്നിട്ട് ഉം, ആ പ്രത്യയശാസ്ത്രത്തിനകത്തുള്ള ഉം, മനുഷ്യത്വ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, ഉം, ജനാധിപത്യ വിരുദ്ധമായ ഉം, ആശയങ്ങൾ ഉം. പൊതുജനങ്ങളോട് വിളിച്ചു പറയുന്നത്, അതിനെ വിമർശിക്കുന്നതിൽ എന്താണ് ഉം. പ്രശ്നം? അതിലുള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം അല്ലെ, അല്ലെങ്കിൽ അവർ ആളുകളെ ജനിച്ച വിടൂ, ആളുകളെ ഉം, നിങ്ങൾ വിടൂ. അതിൽ ഉം. ജനാധിപത്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജനാധിപത്യപരമായിട്ട് അതിൽ വലിയ പ്രശ്നങ്ങളില്ല. മതം ഇല്ല. പ്രചരിപ്പിക്കാനും മതം എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞില്ലേ? അതല്ല സാർ, ഇപ്പൊ പിന്നെ ഇവിടുത്തെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചുകൂടി റൈറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന ആശയം, ഇവിടെ ഇപ്പം മുസ്ലിം ഹിന്ദു പ്രശ്നമുണ്ട്, ഇവിടെ ഉം, ഒരു ഹൈന്ദവ പിന്നെ എന്താ പറയാ, ഹിന്ദുത്വ ഉം. രാഷ്ട്രീയത്തിന്റെ സ്വാധീനമുണ്ട്, അതുകൊണ്ട് ഉം. മുസ്ലിങ്ങൾ പ്രശ്നത്തിലാണ്. ഇതാണോ നിങ്ങളെ പോയിന്റ്? അതാണ് ഒരു പരിധി വരെ എനിക്ക് ആ, എനിക്ക് അത് തോന്നിയിട്ടുള്ള ആ ഒരു കാര്യം. പോയിന്റിനും കൂടി മറുപടി പറഞ്ഞുതരാം. ഉം, നോക്കൂ, ഉം, ഒരു പിന്നെ എന്താ പറയാ, ഒരു മനുഷ്യൻ ഉം, മറ്റൊരു ഒരു കൂട്ടം മനുഷ്യര് വേറെ ഉം, ഒരു കൂട്ടം മനുഷ്യരെ ഇട്ട് ഓടിക്കുന്നു. ഉം, അടിക്കാനും കൊല്ലാനും ഒക്കെയാണ് ഓടിക്കുന്നത്. ഉം, അതിന്റെ പുറകിൽ അതിനേക്കാളും വലിയൊരു കൂട്ടം ഉം, മനുഷ്യർ ഉം, ഈ നടുക്കിലുള്ള കൂട്ടത്തെ ഉം, ആക്രമിക്കാനും ഇല്ലാതാക്കാനും ഓടിക്കുന്നു. ഉം, മുന്നിലുള്ള രണ്ട് വിഭാഗവും ജീവിക്കാനും ജീവനും കൊണ്ട് ഓടുകയാണെന്ന് വിചാരിച്ചോ, സങ്കല്പിച്ചോ. ഉം, ഉം, അപ്പോ ബാക്കിൽ ഓടുന്ന ഈ ഓടുന്ന ആൾക്കാരില്ലല്ലോ, ഉം, അതില് ഈ അക്രമത്തിനൊന്നും പോകണ്ട എന്ന് താല്പര്യമുള്ള ആൾക്കാർ നേരെ കറങ്ങി ഞങ്ങൾ ഏറ്റവും മുന്നിൽ ഓടുന്ന ഈ ചെറിയ വിഭാഗം മനുഷ്യരോട് പറയാണ്, ഉം, നിങ്ങൾ ഇങ്ങനെ ഓടണ വല്ല കാര്യമുണ്ടോ? ഉം, കണ്ടോ, നിങ്ങളെ പുറകിൽ നിങ്ങളെ കൊല്ലാൻ വരുന്ന ആൾക്കാരെ, ഉം, അവരെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ പിന്നിൽ അതിനേക്കാളും വലിയ സൈന്യം ഓടി വരികയാണ്. ഉം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഈ ഓടുന്നത് ശരിയല്ല എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? അതിലൊരു യോജിക്കൂല. കാരണം ഈ നടുക്കുള്ള ആൾക്കാർ ഇവരെ തീർച്ചയായിട്ടും കൊല്ലും. ആ സിമ്പിൾ ആസ് ദാറ്റ്. ഉം, ഞങ്ങൾ ഇവിടെ മതം വിട്ട ആളുകൾ മതത്തിനെതിരെ സംസാരിക്കുന്നത് ഉം, ഞങ്ങൾ ഉം, അനുഭവിക്കുന്ന നീതി നിഷേധത്തിനെതിരാണ്. ആ ഉം, നീതി നിഷേധത്തിന്റെ ഉറവിടം മതപ്രത്യയശാസ്ത്രമാണ്, മതത്തിന്റെ അധ്യാപനമാണ്, മതത്തിന്റെ ഗ്രന്ഥമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഉം, അത് പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് പ്രാവർത്തികവൽക്കരിക്കാൻ ബാധ്യതപ്പെട്ട മനുഷ്യരാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം. ഉം, ആ മുസ്ലിം സമൂഹത്തോട്, അതിലെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണെന്നല്ല പറയുന്നത്, ആ ഉം, മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളോട് ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്, ഇത് ഉം, നിങ്ങൾ തിരുത്തേണ്ടതാണ്, ഇതൊരു ജനാധിപത്യ പിന്നെ സമൂഹത്തിന് ചേർന്നതല്ല,
ഉം. എന്ന് പറയുന്നതിൽ അതുകൊണ്ട് ബാക്കിയുള്ളവർ ബാക്കിൽ ഓടുന്നവർ ഇവരെ ആക്രമിക്കുന്നതിനെ നിങ്ങളും കൂടി എതിർക്കണം എന്ന് പറയുന്ന ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല. അല്ല, എനിക്ക് ഈ ഒരു വിഷയത്തില് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് മതം പ്രചരിപ്പിക്കാനും അതേപോലെ തന്നെ നമുക്ക് മതത്തെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ നമ്മളുടെ ആ ഒരു സർക്കംസ്റ്റാൻസസ് നമ്മൾ പരിശോധിക്കണം. ഈ സർക്കംസ്റ്റാൻസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സുഹൃത്തെ. ആ സിനാരിയോയിൽ ഇത് എന്ത് ലോജിക്കാണ്? മുന്നിൽ ഓടുന്ന ചെറിയ കൂട്ടം, അവരുടെ പുറകെ കൂടുന്ന രണ്ടാമത്തെ കൂട്ടം, ആ രണ്ടാമത്തെ കൂട്ടത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന അഭ്യൂഹം, ഉം. ഈ അഭ്യൂഹത്തിന് വേണ്ടി നിങ്ങളെ ആക്രമിച്ചോളിയും കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറയണോ? വേണ്ട. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന നീതി നിഷേധത്തെ കുറിച്ച് നമ്മൾ മിണ്ടാതിരിക്കണോ? എന്താണ് ലോജിക്ക്? എന്താ? അല്ല, അതിലിപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത്രേ കാര്യം ഉള്ളൂ. അല്ല, അപ്പോ അത് അത്ര ഞാനിപ്പോ ലളിതമാണ്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, കേരളത്തിൽ ഇസ്ലാം മതം മലയാളത്തിൽ വിമർശിക്കുന്നത് കൊണ്ടല്ല ഉം. പാൻ ഇന്ത്യ തരത്തിൽ ഉം. ഹിന്ദുത്വ തീവ്രവാദം അല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകരത വളരുന്നത്. ഉം. ഓക്കെ, ഉം. പാൻ ഇന്ത്യ തരത്തിലല്ല, ലോകവ്യാപകമായി ഇസ്ലാം അധീശത്വം നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഇതര വിഭാഗങ്ങളെ ആശയപരമായും കായികമായും നേരിടുന്ന പലതരം സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മറ്റു സമൂഹങ്ങൾ പലപ്പോഴും രൂപപ്പെടുന്നത്. ഉം. മനസ്സിലായോ? ഇനി നമ്മുടെ നാട്ടിലെ പ്രശ്നം എടുത്താൽ, കേരളത്തിൽ നിന്ന് മതപ്രചാരണവും പിന്നെ പ്രതിരോധം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾ എടുത്താല്, എന്റെ വീഡിയോ പ്രചരിപ്പിച്ചിട്ടല്ല ഇവിടെ ഒരു ഹിന്ദു സംഖ്യ ആവാൻ പോകുന്നത്. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരിന്റെയോ സിംസാർ ഹക്കിന്റെയോ 4 പ്രസംഗം കേട്ടാൽ ഏത് മൃദു ഹിന്ദുവിനും ഒരു സംഖ്യ ആവാൻ തോന്നും. അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങളുടെ തന്നെ ഇത് കാര്യങ്ങൾ കേട്ടിട്ട് ഇത് ശരിയാണല്ലോ, ഇവര് ചെയ്യുന്നത് തെറ്റാണല്ലോ എന്ന് ചിന്തിക്കുന്ന എന്തോരം പേര്, എത്ര പേരുണ്ടാവും? ഒരു ഉദാഹരണം പറയൂ, ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് പറയൂ, ഒരു വാദം പറയൂ. അപ്പൊ നിങ്ങള് ഇസ്ലാമിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നു. അപ്പോ സ്വാഭാവികമായിട്ട് ഇസ്ലാം മതത്തിനോട് ദേഷ്യം തോന്നുന്ന ഒരു ഹിന്ദു, അവൻ ചിലപ്പോ അവനൊരു എന്താ പറയാ, ഇസ്ലാമിനെ കുറിച്ചൊക്കെ അവൻ ഇങ്ങനെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ അവനോട് പെരുമാറിയതൊക്കെ ഒരു ഇതായിട്ടൊക്കെ അവൻ നിൽക്കുന്നു വിചാരിച്ചോ. നിങ്ങൾ അങ്ങനത്തെ രണ്ടാളെ എന്റെ മുന്നിൽ ഒന്ന് കൊണ്ടുവന്നാൽ മതി. അതേ സമയത്ത് എന്റെ മതവിമർശനം കേട്ടിട്ട് ഈ മുസ്ലിങ്ങളോടുള്ള ശത്രുതയല്ല വേണ്ടത്, ഈ ആശയത്തിന്റെ പ്രശ്നമാണ്, മനുഷ്യരോട് ശത്രുത കാണിക്കുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഹിന്ദുത്വ വർഗീയത ഉപേക്ഷിച്ച ഒരു 10 പേരെ ഞങ്ങളെ മുമ്പിൽ ഹാജരാക്കാം. ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ 2 പേരെ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ കമന്റ് ബോക്സ്, അതായത് ഇപ്പോ നിങ്ങളെപ്പോൾ എക്സ് മുസ്ലിംസ് ഇങ്ങനെ കമന്റ് ബോക്സിൽ ഇപ്പൊ നിങ്ങൾക്ക് വന്ന് എഴുതിക്കൂടെ നിങ്ങൾ സംഖ്യ? ഞാൻ സംഖ്യ ആയതുകൊണ്ടല്ല, പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കേൾക്കുമ്പോ, മുസ്ലിംസിനെ വിമർശിക്കുന്നതായിട്ട് കേൾക്കുമ്പോ എത്രത്തോളം ലോജിക്ക് ഇല്ലാത്ത ഒരു പരിപാടിയാണ്. ഞങ്ങളുടെ മതവിമർശനം കേട്ടിട്ട് നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് സഹാനുഭൂതി കൂടുകയാണ് ചെയ്യുന്നത്, അതോ അവരോട് ശത്രുതയാണ് വരുന്നത്? എനിക്ക് നിങ്ങളുടെ മതവിമർശനങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങൾ പറയുന്നതിൽ ഫാക്ട് ഉണ്ടാവും. അതായത് ആ മതത്തിന്റെ ആ ഒരു കിതാബിന്റെ അകത്ത ഫാക്ട് ആണല്ലോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, സമൂഹത്തിൽ ഇന്ന് പ്രചാരത്തിലുള്ള യാഥാർത്ഥ്യം കൂടി ചേർത്താണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വെറുതെ, അതായത് ഈ പറഞ്ഞ സംഭവത്തിന് കിതാബിന്മേൽ ടോട്ടലി ടച്ച് ചെയ്യാതെ മൃദുവായിട്ടുള്ള അതിന്റെ പുറന്തോടെന്ന് പറയുന്നത്, എവിടെയെങ്കിലും ഏതെങ്കിലും മനുഷ്യന്മാരെ ആ രീതിയിൽ ആക്ഷേപിക്കുക ആക്രമിക്കുക ചെയ്യുന്നതിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് എന്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റും? ഇല്ല. വാക്ക് കൊണ്ട് പോലും പറയുമ്പോ അവരും കൂടെ ചേർന്ന് ഇതിൽ പെടുവല്ലോ. അതെന്തിന്? നമ്മൾ മുസ്ലിങ്ങളെ കുറിച്ചല്ല സുഹൃത്തെ പറയുന്നത്, കിതാബിലുള്ളതും ഇവിടെ പ്രചരിപ്പിക്കുന്ന പ്രബോധനം ചെയ്യപ്പെടുന്ന മതത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. മുസ്ലിമിനെ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. മുർത്തദിനെ കൊല്ലണം എന്ന് മതത്തിൽ നിയമമുണ്ട്, നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് എന്റെ മതവിമർശനം കേട്ടിട്ട് മുർത്തദിനെ കൊല്ലാൻ ആഗ്രഹമില്ലാത്ത, അങ്ങനെ ആലോചിക്കാത്ത ഒരു വിശ്വാസിക്ക് എന്തിനാ ദേഷ്യം വരുന്നത്? അത്തരം കാര്യങ്ങളിൽ ദേഷ്യം വരേണ്ട ആവശ്യമില്ല. പക്ഷെ അവരെയും കൂടെ ചേർത്ത് ബാക്കിയുള്ളവർ പുറമേ നിൽക്കുന്നവർ പറയുമ്പോ, ഇപ്പൊ ഞാനൊരു സംഖ്യയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ പറഞ്ഞത് എന്റെ ഒരു മതവിമർശനത്തിൽ ഒരു മുസ്ലിം സാധാരണ മനുഷ്യൻ, ഒരു ജനാധിപത്യവാദിയായിട്ടുള്ള ഒരു മുസ്ലിം, നിങ്ങൾ പറഞ്ഞ പോലെ കിതാബ് തൊടാത്ത ജീവിക്കുന്ന ഒരു മുസ്ലിമിന് പ്രകോപനം തോന്നേണ്ട ഒരു കാര്യം പറയും. പ്രകോപനം തോന്നേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഈ കഴിഞ്ഞ തവണ ഒരു കാരണവരായിട്ടുള്ള ഒരാള് ഈ അടുത്ത് വിളിച്ചില്ലേ, അയാൾ നിങ്ങളെ പുതിരെ തെറി പറയാണ്. അയാൾക്ക് ഈ മുസ്ലിം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന അത്രയും കൂടെ നോളജ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല. പുള്ളി നിങ്ങൾ വിമർശിക്കുന്നത് കേട്ടിട്ട്. അയാള് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുന്നത്? നിങ്ങളെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് എന്റെ ക്ലാസ് വിശ്വാസിയായിട്ടാണോ അല്ലേ? അതിന് തൊട്ട് മുകളില്, അതായത് ഒന്നും അറിയാത്ത ഒരു ഇതായിട്ടുള്ള വിശ്വാസി. എന്നാൽ ഇസ്ലാം ഭയങ്കര സംഭവം. എന്തിനാണ് ഒന്നും അറിയാത്ത ഒരാള് ഒരു കാര്യത്തിൽ ഒരു കാര്യം കേൾക്കുമ്പത്തിന് ഒന്നും അറിയാതെ പ്രതികരിക്കുന്ന ആളെ കുറിച്ച്? അയാൾക്കല്ലേ പ്രശ്നം, നമുക്കല്ലല്ലോ.
അല്ല, അത്തരത്തിൽ ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ സാർ. ആ ഇപ്പൊ ഞാൻ അതിന് പറയട്ടെ, ഇപ്പൊ എന്റെ വീടിന്റെ അതിനെന്താ അടുത്ത് ചെയ്യണ്ടേ? പറയൂ അതിനെന്താ ചെയ്യണ്ടേ? അതിന് ചെയ്യേണ്ട കാര്യം വെച്ചാല്, ആ നമ്മള് വിമർശിക്കുന്ന സമയത്ത് ഉം. ഒരു ന്യൂട്രൽ ആയിട്ട് നമുക്ക് വിമർശിക്കാം. പറ്റൂല അതായത് ഇപ്പോ ഈ പറ്റൂല ഒരു പറ്റില്ല. സ്പെസിഫിക് ആ, ആയിട്ട് ശക്തമായിട്ട് തന്നെ വിമർശിക്കും. അതിലെന്താ പ്രശ്നം? എന്താ പ്രശ്നം? അതിലുള്ള പ്രശ്നം വിമർശിക്കപ്പെടും. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, കമ്മ്യൂണൽ എനിക്ക് പ്രശ്നങ്ങള് മനസ്സിലാവാത്ത കാര്യം നമ്മൾ ഒരുപാട് സമയം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാം ശക്തമായി ഇവിടെ, ഞാൻ ഒരു പിന്നെ ഇന്നലെ നടന്ന MM അക്ബറിന്റെ ഒരു പോസ്റ്ററിന്റെ പേര് ഉം, പറയാം. ഉം, എവിഡൻസ്. എവിഡൻസ് എന്നാണ് ഉദ്ദേശിച്ചത്. അത് ഉം, മലയാളം ഇംഗ്ലീഷ് കൂടി. അതിന്റെ താഴെ അവരുടെ എവിഡൻസ്. ടാഗ് ലൈൻ എന്താണെന്നറിയോ? നാസ്തികതയുടെ തെരുവ് വിചാരണ എന്നാണ്. യെസ് ഈ യെസ്, ഞാൻ കണ്ടായിരുന്നു അത്. ആ ആശയത്തെ, ആ ടൈറ്റിലിന്, ആ ടാഗ് ലൈനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിനിപ്പോ അവര് ഈ പറഞ്ഞ പോലെ, ഈ എന്താ പറയാ, നിങ്ങൾ നാസ്തികതയെ അവര് വിമർശിക്കുന്നു, അല്ലാതെ വിമർശനാണോ എതിർക്കുന്നു. അത്? വിമർശനം എന്ന് ഞങ്ങള് പറഞ്ഞാൽ നാളെ ഉം. പിന്നെ ഇസ്ലാമിന്റെ തെരുവ് വിചാരണ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് ഫീൽ ചെയ്യോ? എനിക്ക് എന്നെ ആസ് എ, ഞാൻ അത് ആ കമ്മ്യൂണിറ്റി മതത്തിലെ അല്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യണമെന്നില്ല അത്, ഫീൽ ആ ഒരു ചെയ്യണമെന്നില്ല. സംഭവം. ആ വിശ്വാസികൾക്ക് അത് പ്രകോപനം ഉണ്ടാക്കുമോ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഈ ഉണ്ടാവും. നാസ്തികതയുടെ തെരുവ് വിചാരണ കേട്ടിട്ട് ആരെങ്കിലും പ്രകോപിതരായതോ, ആരെങ്കിലും വിളിച്ച് തെറി പറഞ്ഞതോ നിങ്ങൾക്ക് അറിയോ? ഇല്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് അവരെ പ്രകോപിപ്പിക്കുമെന്ന് നിങ്ങൾ പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? ഞാൻ പറയുന്നത് വെച്ചാൽ, ആ ഇപ്പൊ പല ആളുകളും പ്രകോപനം, അതായത് അവർ ജനാധിപത്യ സംസ്കാരം ആർജിച്ചിട്ടില്ലാത്ത ആളുകൾ ചാടി പുറപ്പെടുന്നു, ഇതല്ലേ പ്രശ്നം? അപ്പൊ പരിഹാരം എന്താണ്? ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ സാർ. അല്ല, ഇത് നമ്മൾ തീർക്ക്. നമ്മൾ ഓരോ കാര്യം, ഒരു വ്യക്തത, ഒരു കാര്യത്തിലെങ്കിലും ഒരു കംപ്ലീഷൻ വേണമല്ലോ. ഞങ്ങൾ നാളെ ഇസ്ലാമിന്റെ തെരുവ് വിചാരണ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ അടിക്കുന്നു. ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല? നിങ്ങൾ പറ. ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. അവരെ അതൊരു അപ്പൊ ഇവിടെ ആർക്കാണ് ചികിത്സ വേണ്ടത്? അങ്ങനെ ചോദിച്ചാ നിങ്ങൾ പറയും. എന്താ നിങ്ങൾക്ക് പറയാൻ മടി? എന്താ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് ഒരു വലിവെന്താ? ഇങ്ങോട്ട് പറയേ, ഇല്ല, കേക്കട്ടെ. തീർച്ചയായിട്ടും ഇല്ല. അതായത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നാസ്തികത തെരുവ് വിചാരണ എന്ന് പരിപാടി നടത്താൻ അവകാശമുണ്ടെങ്കിൽ, നാസ്തികർക്കോ നിരീശ്വരവാദികൾക്കോ ഇസ്ലാം മതം ഇല്ലാത്തവർ, ഉപേക്ഷിച്ചവർക്കോ ഇസ്ലാമിന്റെ തെരുവ് വിചാരണ എന്നൊരു പരിപാടി നടത്താനുള്ള അവകാശമുണ്ട്, ഇല്ലേ? ഉണ്ട്. അത് കേൾക്കുമ്പോൾ നാസ്തികർ പ്രകോപിതരായിട്ടില്ലാത്തതുപോലെ, അവർ ആയുധമെടുത്തിട്ടില്ലാത്തതുപോലെ നിങ്ങൾ സഹിഷ്ണുതയോടുകൂടി അത് കേൾക്കണം. ആ സംസ്കാരം, ആ ജനാധിപത്യ സംസ്കാരം നിങ്ങൾ ആർജിക്കണം. വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അവിടെയാണ്. നിങ്ങൾ വിളിച്ചത് ഇവിടെ തെറ്റായി വിളിച്ചതാണ്. നിങ്ങൾ വിളിക്കേണ്ടത് നിച്ച് ഓഫ് ട്രൂത്തിന്റെയും സമസ്തയുടെയും ഒക്കെ ഓഫീസിലാണ്. എന്തെങ്കിലും ഒരു വിമർശകൻ ആശയപരമായിട്ടൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ അവന്റെ നേരെ നാക്കും വാളും എടുത്തിറങ്ങുകയല്ല ചെയ്യേണ്ടത്. അതിനെ സംയമനത്തോടെ കേൾക്കാനും, മറുപടി ഉണ്ടെങ്കിൽ പറയാനും, ഇല്ലെങ്കിൽ അവഗണിക്കാനും നിങ്ങളുടെ വിശ്വാസികൾക്ക് മദ്രസയിൽ പരിശീലനം കൊടുക്കണം എന്ന് നിങ്ങൾ അവരോട് ആവശ്യപ്പെടും. 10 കൊല്ലം കൊണ്ട് പ്രശ്നം തീരും. അല്ല, ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, അല്ല, അങ്ങനെ തീരൂല. അങ്ങനെ ഒരു പരിഹാരത്തിനില്ലേ? അല്ല, അതില് ഞാൻ പറഞ്ഞു വെച്ചാല്, പതുക്കെ ഈ കരിക്കുലൊക്കെ വ്യത്യാസം വരുത്തി അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷെ അതിന് അപ്പൊ മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടല്ലോ. ആദ്യം വിളിച്ചിട്ട് ചെയ്യേണ്ടത്, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങൾക്ക് മദ്രസയുടെ, സമസ്തയുടെ, 2 സമസ്തയുടെയും നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ നമ്പർ അയച്ചു തരാം. നിങ്ങളുടെ മദ്രസകളിൽ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ചേർന്നതാണോ എന്ന് നിങ്ങൾ ചോദിക്കൂ. എന്നിട്ട് അതിനോട് അവരുടെ റെസ്പോൺസ് നിങ്ങളൊന്ന് എന്നെ അറിയിക്കൂ. അവര് ചേർന്നതാണെന്നല്ലേ പറയുള്ളൂ. കാരണം അവര് ജനാധിപത്യ, ഇന്ത്യ സെക്യുലറിസ്റ്റ് ഇതാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പൊ ഈ രാജ്യത്ത് അവർക്ക് ഒരാളെ മതം കൊല്ലാവുന്നതാണ് എന്ന നിയമം നോക്കൂ. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഞാൻ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് എന്റെ മക്കളെയും എന്റെ പേരക്കുട്ടികളെയും, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ എന്റെ ജ്യേഷ്ഠന്റെ മക്കള്, പെങ്ങന്മാരുടെ മക്കളെയൊക്കെ പഠിപ്പിക്കാണ്. മനസ്സിലായോ? അവർക്ക് ജനാധിപത്യ രാജ്യം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവിടെ ആരും കൊല്ലുന്നില്ലല്ലോ. കൊല്ലാത്തത് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ നിയമം അത് അനുവദിക്കാത്തത് കൊണ്ടാണ്, അല്ലേ? നിങ്ങൾ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അയാൾക്ക് ജീവിക്കാൻ അവകാശമുള്ള ഒരിടത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടി വരുമ്പോ ആ മനുഷ്യനോടുള്ള നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? അല്ല, എങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ മറുപടി ഇല്ല. നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ എന്താ പറയാ, അമിതമായ സ്നേഹം. എനിക്ക് മുസ്ലിങ്ങളോട് സഹാനുഭൂതിയേ ഉള്ളൂ. ഒരു മുസ്ലിമിനോട് ശത്രുതയില്ല. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഒന്നാമത്തെ അപകടം വരുത്തി വെക്കുന്നത് മുസ്ലിം സമൂഹത്തിനാണ്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ആക്രമിക്കപ്പെടുന്നതിന്റെ ഒക്കെ പിന്നിൽ
ഉം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മതമാണ്. ഉം. മനസ്സിലായോ? ഇത് മുഴുവനും അങ്ങനെ വിശ്വസിക്കുന്നവരല്ല നമ്മുടെ നാട്ടിലുള്ളവര്. ഇപ്പൊ സുഹൃത്തെ, സമസ്തന്റെ 100 പേര് വേണ്ട, 10 പേര് മതി. ഉം. മനസ്സിലായോ? 1000 പേരുള്ള ഒരു സൊസൈറ്റിയിൽ 10 പേര് മതി. ഉം. വേണ്ട, ഒരാള് മതി അസ്വസ്ഥത ഉണ്ടാക്കാൻ. ആ സമൂഹത്തെ മൊത്തം അപകടത്തിൽപ്പെടുത്താൻ ഒരാള് മതി. അതിപ്പോ എല്ലാ കമ്മ്യൂണിറ്റി ഇപ്പൊ ഞാൻ പറയട്ടെ, ആ. ഇപ്പോ നമ്മളിപ്പോ എന്തിനു ഇത് ഇപ്പൊ ഈ തമിഴ്നാട്ടില് LTT-നോട് അനുയോജ്യമായിട്ട് നിൽക്കുന്ന എത്രയോ പേരുണ്ടാവാം. സുഹൃത്തെ, മനസ്സിലായോ? പൊളിറ്റിക്കൽ ആയിട്ടുള്ള അത്തരം കൾട്ടുകളോടൊന്നും അല്ല നമ്മൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ കമ്പയർ ചെയ്യേണ്ടത്. അത് നിങ്ങൾ വളരെ തെറ്റായിട്ടുള്ള അനോളജികളാണ് ചെയ്യുന്നത്. എന്തായാലും എന്നെ സംബന്ധിച്ച് മതവിമർശനത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്, അതിന് മാർഗമുണ്ട്, കാരണമുണ്ട്. ഞാൻ ജനാധിപത്യ രീതിയിലല്ലാതെ വിമർശിക്കാറില്ല. പിന്നെ എന്റെ വിമർശനം കേൾക്കുമ്പോൾ ഒരാൾ വികാരം കൊള്ളുന്നുണ്ടെങ്കിൽ അത് അയാളുടെ പ്രശ്നമാണ്. അല്ല, വികാരമല്ല, ഞാൻ ഈ വിവേകമാണ് വേണ്ടത് രാജ്യത്തിന്റെ എന്ന് അവരെ പരിശീലിപ്പിക്കുകയാണ് വേണ്ടത്. സെക്യുലറിസത്തില് ഞാനിപ്പോ ഈ രാജ്യത്തിന്റെ സെക്യുലറിസത്തില് ശക്തമായി വിശ്വസിക്കുന്നു. എല്ലാ വിശ്വാസ തരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊരുത്തന് അതിലൊന്നും ഉപദ്രവമില്ലാത്ത നമുക്കും പ്രശ്നമില്ല. രീതിയിലായിരിക്കണം എന്ന് അതിലൊന്നും നമ്മൾ നമുക്ക് വിശ്വസിക്കുന്നു. പ്രശ്നമില്ല. അപ്പൊ ഞങ്ങൾ ആരെങ്കിലും സ്വാഭാവികമായിട്ടും ഇവിടെ ഞാൻ ഇസ്ലാം ചിന്തിക്കുമ്പോ ഒരു മിനിറ്റ്, ഞങ്ങൾ ആരെങ്കിലും ഇവിടെ ഇസ്ലാം നിരോധിക്കണമെന്നോ ഖുർആൻ നിരോധിക്കണമെന്നോ ആവശ്യപ്പെടുന്നവരല്ല. ഉം. മനസ്സിലായോ? പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിളിച്ചത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിൽ നിങ്ങളുടെ വിമർശനങ്ങൾ ഒരു അതിര് കടക്കുന്നുണ്ടോ, അത് എരുതിയിലേക്ക് ഒരു എണ്ണയാവുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലിന്റെ ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ എരിതിയിൽ വിളിച്ചത്. ആ തീ എവിടെ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളത് ആദ്യം നമുക്ക് പരിശോധിക്കാം. എന്നിട്ട് ആ തീ അണക്കാൻ നോക്കാം. ഈ എണ്ണ ഒരു ഭാഗത്ത് ഇരിക്കട്ടെ തൽക്കാലം. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. എനിവേ, താങ്ക് യു. ശരി.